കാർഷിക വാർത്തകൾ. കർഷകർക്കായി 24,000 കോടി രൂപയുടെ PM ധന്യ കൃഷി യോജന പദ്ധതി പ്രഖ്യാപിച്ചു മോദി. ലക്ഷ്യം 100 കാർഷിക ജില്ലകളുടെ ഉന്നമനം. കൃഷിയിൽ പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളെയാണ് പ്രധാനമന്ത്രി ധന്യ കൃഷി യോജനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നത്. ഈ ജില്ലയിലെ കർഷകർക്ക് ചെറിയ സഹായം നൽകിയാൽ മറ്റു കർഷകർക്കൊപ്പം മുന്നേറാനാകുമെന്നാണ് മോദി അഭിപ്രായപ്പെട്ടത്. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക, വിളകൾ വൈവിധ്യവൽക്കരിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് വായ്പാ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കന്നുകാലി മേഖലയിലെ കുളമ്പ് രോഗം പരിഹരിക്കുന്നതിന് സർക്കാർ ഇതുവരെ 125 കോടി വാക്സിനേഷൻ ഡോസുകൾ സൗജന്യമായി നൽകിയിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. പാൽ, പയർവർഗ്ഗങ്ങൾ, ചണം എന്നിവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്തും അരി, ഗോതമ്പ്, പരുത്തി, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ 2-ാം സ്ഥാനത്തും നിൽക്കുന്നു. കാർഷിക കയറ്റുമതി 4 ലക്ഷം കോടി രൂപ കവിഞ്ഞതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരമായി ഏലക്ക അരി. ഏലത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്ന ഏലക്ക അരിക്കും വിലയുയർന്നു. ഒരു മാസമായി ഏലത്തിന് മികച്ച വില ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഏലക്ക അരിയുടെയും വില ഉയർന്നിരിക്കുന്നത്. ഏലത്തിന്റെ എല്ലാ ഗുണങ്ങളും അരിക്കും ലഭിക്കുമെന്നതും ഏലക്കായുടെ അത്ര വിലയില്ല എന്നതുമാണ് അരിയുടെ വില ഉയരാൻ കാരണം. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ 24,000 രൂപയാണ് വില. വിപണികളിൽ 22,000 രൂപയ്ക്ക് ഏലക്ക അരി ലഭിക്കും. ഹോട്ടൽ ഉടമകളും ഏലക്ക സത്ത് ഉൽപ്പാദിപ്പിക്കുന്നവരുമാണ് നിലവിൽ അരിയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഏലക്ക അരിക്ക് വില വർദ്ധിച്ചപ്പോൾ കർഷകരെക്കാൾ അധികം പ്രയോജനം ലഭിച്ചത് ഏലം സംസ്കരണ കേന്ദ്ര ഉടമകൾക്കാണ്. പച്ച ഏലക്ക സംസ്കരിക്കുന്നതിനിടെ ലഭിച്ച അരി ശേഖരിച്ച സ്റ്റോർ ഉടമകൾ മികച്ച വിലയ്ക്കാണ് ഇവ വിൽക്കുന്നത്. വൻകിട കച്ചവടക്കാരുടെ കയ്യിലും അരി സ്റ്റോക്കുണ്ട്. ഏലം വില ഓണനാളുകളിൽ വരെ ഉയർന്നു നിന്നാൽ വിപണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കർഷകരുടെയും പ്രാദേശിക വ്യാപാരികളുടെയും വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 350 കോടി രൂപ മൂല്യമുള്ള കമ്പനിയാക്കി മാറാൻ ഈസ്റ്റ് പദ്ധതിയിടുന്നു. വിപുലീകരണം 3 വർഷത്തിനുള്ളിൽ ഓണത്തിന് പുതിയ തേയില വിപണിയിലെത്തിക്കും. കേരളത്തിലെ തദ്ദേശീയ തേയില ബ്രാൻഡായ ഈസ്റ്റിയ അടുത്ത 3 വർഷത്തിനുള്ളിൽ 350 കോടി രൂപയുടെ കമ്പനിയായി വളരാൻ ലക്ഷ്യമിടുന്നു. ഈസ്റ്റിയ 30,000 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടുണ്ട്. ഓണത്തിന് പ്രീമിയം തേയില വിപണിയിലെത്തിക്കുമെന്നും കമ്പനി പറഞ്ഞു. അടുത്ത 15 മാസത്തിനുള്ളിൽ 136 നേരിട്ടുള്ള വിതരണ റൂട്ടുകളിലായി ഇത് 49,000 ഔട്ട്ലെറ്റുകളായി ഉയർത്താൻ കമ്പനി പദ്ധതിയിടുന്നു. നിലവിൽ 20 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഈസ്റ്റിയ യൂറോപ്പ്, തെക്കുകിഴക്കൻ ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഉപഭോക്തൃ മുൻഗണനകൾ വളർന്നുവരുന്നതനുസരിച്ച് വരും മാസങ്ങളിൽ ഡാർജിലിംഗ്, അസം, നീലഗിരി, ഹിമാലയം എന്നിവിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുതിയ ജൈവ ഓർത്തഡോക്സ് ചായകളുടെ ഒരു നിര ആരംഭിക്കാനും ഈസ്റ്റിയ ഒരുങ്ങുന്നു. മീരാൻ ഗ്രൂപ്പിന്റെ ഭാഗമായ ഈസ്റ്റിയയുടെ മൂല്യം നിലവിൽ 120 കോടി രൂപയാണ്. 2022 ഈസ്റ്റേണിൽ നിന്ന് മാറി കേരളത്തിൽ സ്വന്തം വിതരണ ശൃംഖല ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലേക്കുള്ള റബ്ബർ ഇറക്കുമതി വർദ്ധിച്ചേക്കും. വിനയായത് അമേരിക്കയുടെ തീരുവ പ്രശ്നത്തിൽ ചൈനീസ് ഏജൻസികൾ പിന്മാറിയത്. അമേരിക്കയുടെ പകരച്ചുങ്കം റബ്ബർ മേഖലയിൽ ഇരട്ടപ്രഹരം ഏൽപ്പിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ചുങ്കപ്രശ്നത്തിൽ ചൈനീസ് ഏജൻസികൾ പിന്മാറി നിന്നതോടെ അന്താരാഷ്ട്ര വിലയിൽ തിരിച്ചുവരവ് പ്രതീക്ഷ മങ്ങി. ഈ അവസരം മുതലെടുത്ത് ടയർ കമ്പനികൾ വൻതോതിൽ റബ്ബർ ബുക്ക് ചെയ്താൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. മൊത്തം ചരക്കിന്റെ 40 മുതൽ 45% വരെയാണ് ചൈനീസ് ഏജൻസികൾ വാങ്ങുന്നത്. വില താഴ്ത്തി വാങ്ങുകയെന്ന തന്ത്രമാണ് ചൈനയുടേത്. ഇവരുടെ വിട്ടുനിൽക്കൽ അന്താരാഷ്ട്ര വിപണിയെ ഉലയ്ക്കും. RSS 4 കിലോഗ്രാമിന് 213 രൂപ വരെ വ്യാപാരം നടന്ന ശേഷം 190-നടുത്തേക്കാണ് വീണിരിക്കുന്നത്. റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും ചുങ്കവിഷയത്തിൽ ആശങ്ക നേരിടുന്നു. ഏതാണ്ട് 7,600 കോടി രൂപയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ റബ്ബർ മേഖല നടത്തുന്നത്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ ഉൽപ്പാദക രാജ്യങ്ങൾ മഴ കാരണം റബ്ബർ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട്. വില കൂടേണ്ട ഈ സാഹചര്യം ചുങ്കവിഷയത്തിൽ ഉലയുകയാണെന്നും മുതലെടുപ്പും ഇതിനൊപ്പം നടക്കുകയാണെന്നും ഉൽപ്പാദന സംഘങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണ വില കുറഞ്ഞു തുടങ്ങി. കൊപ്രാവിലയിലെ ഇടിവ് വ്യാപാരികൾക്ക് തിരിച്ചടിയായി. കൊപ്ര വില കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയും കുറഞ്ഞു തുടങ്ങി. സർക്കാരിന്റെ കീഴിലുള്ള കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണ വില ലിറ്ററിന് 50 രൂപ കുറഞ്ഞു. ലിറ്ററിന് 529 രൂപയായിരുന്ന കേര വെളിച്ചെണ്ണ വില ഇപ്പോൾ 479 രൂപയായി. കൊപ്ര വില കുറഞ്ഞത് കേരളത്തിലെ കൊപ്ര വ്യാപാരികൾക്കാണ് കനത്ത തിരിച്ചടിയായത്. ഓണത്തിന് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിനായി കൊപ്രയുടെ ആവശ്യകത കൂടുമെന്ന വിലയിരുത്തലിൽ വ്യാപാരികൾ കൊപ്ര വാങ്ങി സൂക്ഷിച്ചിരുന്നു. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് ലിറ്ററിന് 457 രൂപയ്ക്ക് 2 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോയ്ക്കും നൽകിയിട്ടുണ്ട്. സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കായ 349 രൂപയ്ക്കും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. കേരഫെഡിന്റെയും സപ്ലൈകോയുടെയും ചേർത്ത് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് 600 രൂപ വരെ എത്തുമെന്നായിരുന്നു വിലയിരുത്തലുകൾ. വൻകിട വെളിച്ചെണ്ണ ഉൽപ്പാദകർ വിപണിയിൽ നിന്ന് കൊപ്ര വാങ്ങുന്നത് കുറച്ചതോടെ
വിപണിയിലേക്ക് കൊപ്ര എത്തി തുടങ്ങിയതാണ് വെളിച്ചെണ്ണ വില പെട്ടെന്ന് കുറയാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.